അണ്ഡാശയ മുഴകൾ അല്ലെങ്കിൽ ഓവേറിയൻ സിസ്റ്റ് നോർമലി ഒരു ഏജ് അനുസരിച്ചും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ചും ആണ് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഹോർമോണൽ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ അല്ലെ എൻഡോമെട്രിയോസിസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അപ്പോൾ നമ്മൾ ഫിസിയോളജിക്കൽ സിസ്റ്റം ഉണ്ട്, പത്തോളജിക്കൽ സിസ്റ്റം ഉണ്ട്. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു വേരിയേഷൻ വരുന്നത്, പത്തോളജി എന്ന് പറയുന്നത് അതിന് എന്തെങ്കിലും അസുഖമുള്ളപ്പം വരുന്നതാണ് പത്തോളജി എന്ന് പറയുന്നത്. ഏജ് അനുസരിച്ച് ടീനേജ് ഉണ്ട്, പ്രൊഡക്റ്റീവ് ഏജ് ഉണ്ട്, അത് കഴിഞ്ഞാൽ മെൻസസിന് മുമ്പുള്ള പെരിമെനോപോസൽ ഏജ് ഉണ്ട്, മെനോപോസ്. ഇങ്ങനെ ഈ ഓവറി അണ്ഡാശയ സിസ്റ്റുകൾ നമ്മൾ തരം തിരിച്ചിരിക്കുന്നത്. ഫിസിയോളജിക്കൽ സിസ്റ്റ് അല്ലെങ്കിൽ ബിനിയൻ സിസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. സാധാരണ ഇത് കാണുന്നത് പിള്ളേർക്ക് അഡോൾസൻ്റ് ഏജിലാണ്. കാരണം ഇതാണ് അണ്ഡാശയം എന്ന് പറയുന്നത്. നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണുന്ന നെല്ലിക്ക വലുപ്പത്തിൽ വൈറ്റ് ആയിട്ട് കാണുന്നതാണ് ഈ അണ്ഡാശയം എന്ന് പറയുന്നത്. ദിസ് ഈസ് യൂട്രസ്. അപ്പം നോർമലി ഈ അണ്ഡാശയത്തിലുള്ള അണ്ഡം എല്ലാ മാസവും ഒരണ്ടം പുറത്തേക്ക് വരും. എന്നിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ അത് മെൻസസ് ആയിട്ട് പോകും. ആ അണ്ഡാശയത്തിലുള്ള ഈ അണ്ടം ചില കേസിൽ ഫോളിക്കിളായിട്ട് തന്നെ പെർസിസ്റ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് വെള്ളം കെട്ടും. ആ വെള്ളം കെട്ടുന്നതിനാണ് ഫോളിക്കുലർ സിസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിപ്പോൾ ഒരു പ്രഗ്നൻസി എടുക്കുകയാണെങ്കിൽ അതിന് ഹോർമോണൽ വേരിയേഷൻ കൊണ്ട് വരുന്നത്. അപ്പം പ്രഗ്നൻസി എടുക്കുകയാണെങ്കിൽ പ്രഗ്നൻസിയിൽ ഈ അണ്ടം പുറത്തേക്ക് വന്നു കഴിഞ്ഞ് ബാക്കിയുള്ള ടിഷ്യൂവിന് പറയുന്നത് കോർപ്പസ് ലൂട്ടിയം. അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണാണ് ഈ പ്രഗ്നൻസി പ്ലസിൻ്റെ മറുപിള്ള വരുന്നോടം വരെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഇത് കൊടുക്കുന്നത്. പക്ഷേ ആ സം കേസസിൽ അതിൻ്റെ ആ അണ്ടം പുറത്തേക്ക് പോകുന്ന ഹോൾ അടഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വെള്ളം കിട്ടും. അതാണ് കോർപ്പസ് ലൂട്ടിയം സിസ്റ്റം എന്ന് പറയുന്നത്. അത് നോർമലി പ്രഗ്നൻസിയിലാണ് കാണുന്നത്. പിന്നെ അവർക്ക് വരുന്നതാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. അതും ഹോർമോണൽ വേരിയേഷൻ കൊണ്ട് വരുന്ന ചെറിയ ചെറിയ അണ്ഡാശയത്തിൽ വരുന്ന ചെറിയ ചെറിയ കുമിളകളാണ്. ഈ 3-4 കണ്ടീഷൻസാണ്. പിന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടെ ഈ അഡോൾസൻ്റ് ഏജിൽ വരാം. അതും പ്രോബ്ലം ഉണ്ടാക്കുന്നതല്ല. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഈ യൂട്രസിൻ്റെ അകത്തുള്ള ഈ പാളി, എൻഡോമെട്രി എന്ന് പറയുന്നത് അതിൻ്റെ പുറത്ത് വന്നിട്ട് ഓവറിക്കകത്തും ഓവറിയുടെ പുറത്തും ട്യൂബിലും യൂട്രസിലും അറ്റാച്ച് ചെയ്യും. ഇപ്പോൾ ഓരോ മാസവും ഈ ടിഷ്യൂ മെൻസസ് ഉണ്ടാകുന്നത് പോലെ തന്നെ അവിടുത്തെ ടിഷ്യൂവിലും മെൻസസ് ബ്ലീഡിങ് ഉണ്ടായിട്ട് ചോക്ലേറ്റ് സിസ്റ്റ് ഓരോ മാസവും അത് എൻലാർജ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു വീട് പോലൊരു സാധനം കാണും. അതിനാണ് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഗതികൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫിസിയോളജിക്കലായിട്ടും കാണുന്നതാണ്, റീപ്രൊഡക്റ്റീവ് ഏജിൽ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഞങ്ങൾക്ക് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻസ് ഒരു ചെറിയ വയറ്റുവേദന, ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഒരു കോസും കാണുകയില്ല. അവർ വേറെ സ്ഥലത്ത് ചെന്ന് അത് സ്കാനിങ് ചെയ്യുമ്പോൾ സ്കാനിങ്ങിൽ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് റെഫറൻസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ അവിടെ ഏജ് നോക്കിയും അവിടെ സിംറ്റം നോക്കിയും ഇപ്പോൾ ഫിസിയോളജിക്കൽ സിസ്റ്റാണ്, നമ്മളിതൊന്നും ചെയ്യണ്ട, 2-3 മാസം കഴിയുമ്പോൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വല്ല ജസ്റ്റ് പെയിൻ കില്ലർ കൊടുക്കുക, അത് മാത്രമേ ചെയ്യാറുള്ളൂ. ഫോളോ അപ്പ് മാത്രമേ ഉള്ളൂ. അത് പേടിക്കേണ്ടാത്ത ഒരു കണ്ടീഷനാണ്. പക്ഷേ ഈ കൂടെ തന്നെ ഈ ഏജിൽ ഡെർമോഡ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ആ ഡെർമോഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റെം സെല്ലിൽ നിന്ന് വരുന്നതാണ്, അണ്ഡാശയത്തിലുള്ള സ്റ്റെം സെല്ലിൽ നിന്ന്. അതിൻ്റെ അകത്ത് ചിലപ്പം ഹെയർ കാണാം, മുടി കാണാം, പല്ല് കാണാം, മസിൽ കാണാം, സെബേഷ്യസ് മെറ്റീരിയൽ കാണും. ആ കേസിൽ ഡെർമോഡ് സിസ്റ്റ് തന്നെ 2 രീതിയുണ്ട്. ടെർട്ടാമയുണ്ട്, ബിനീനുണ്ട്, മാലിഗ്നൻ്റും ഉണ്ട്. അപ്പം ചെറിയൊരു ഡെർമോഡ് സിസ്റ്റും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്നതാണ്. അതും ജന്മനാൽ ഇങ്ങനെ സ്റ്റെം സെല്ലിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത്രയും സിസ്റ്റുകൾ നമ്മൾ കാണുമ്പം അവരുടെ സിംറ്റം അനുസരിച്ചാണ് ഡിസൈഡ്. ഇപ്പോൾ ഒരു 2 to 3 സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ളൂ, ചെറുതാണെങ്കിൽ നമ്മൾ പറയാം അത് ഫോളോ അപ്പ് ചെയ്താൽ മതി. പക്ഷേ ചില കേസുകളിൽ ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് ഏജിൽ പ്രഗ്നൻസിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ എൻഡോമെട്രിയോസിസ് ചില കേസുകളിൽ ഞാൻ പറഞ്ഞ എൻഡോമെട്രിയോസിസ് ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്നത് ഒരു 20-21 ഒക്കെ ഏജ് ഉള്ളവർ നമ്മുടെ ഏരിയ വരും. സിവിയർ വയറ്റുവേദനയായിട്ട് മെൻസസിന് മുമ്പ് വയറ്റുവേദന തുടങ്ങും, മെൻസസ് കഴിഞ്ഞാലും വയറ്റുവേദന മാറുകയില്ല. അതിനാണ് കൺജസ്റ്റീവ് ഡിസെമിനോറിയ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ എൻഡോമെട്രിയോസിസ് ഉള്ളതുകൊണ്ട് ഓരോ മെൻസസ് സമയത്തും അതിങ്ങനെ വികസിച്ച് വരും. അപ്പോൾ അതിങ്ങനെ കൺട്രാക്ട് ചെയ്ത് അതിൻ്റെ അത് ചോക്ലേറ്റ് മെറ്റീരിയൽ കളക്ട് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ എമർജൻസി ആയിട്ട് അക്യൂട്ട് അബ്ഡോമിനായിട്ട് ചിലപ്പം പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ CA-125 എന്ന് പറയുന്നൊരു ട്യൂമർ മാർക്കറുണ്ട്, അത് ചെക്ക് ചെയ്യും. മിക്കവാറും അത് ഇത്തിരി ഹൈ ആയിരിക്കും. പക്ഷേ CA-125 പ്രഗ്നൻസിയിലും കൂടാം, ഇൻഫ്ലമേഷനിലും കൂടാം, ഫൈബ്രോയിഡിലും കൂടാം, എൻഡോമെട്രിയോസിസിലും കൂടാം, അതുപോലെ ക്യാൻസർ, ഓവറി ക്യാൻസറിലും ഒക്കെ കൂടാം. അതുകൊണ്ട് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഞങ്ങളത് ചെക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രൊഗ്നോസിസ് എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് CA-125 ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്കാനിങ്ങിലും സിംറ്റം അനുസരിച്ച് വേണം ട്രീറ്റ് ചെയ്യുന്നത്. നോർമലി ഫിസിയോളജിക്കൽ ഇതിന് ട്രീറ്റ്മെൻറ്റ്
ട്രീറ്റ്മെൻ്റ് ഇല്ല. ഫോളോ സം കേസസ് ഹോർമോൺ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് കൊടുത്ത് മെൻസസ് ഓവുലേഷൻ കറക്റ്റ് ചെയ്ത് 3 months കഴിയുമ്പോൾ സിസ്റ്റ് കാണാറില്ല. ഇനി പ്രഗ്നൻസി എടുക്കുകയാണെങ്കിൽ പ്രഗ്നൻസിയിൽ കൂടുതലായിട്ട് കാണുന്നത് ചിലപ്പം ഡെർമോയിഡ് സിസ്റ്റ്, അത് ടോർഷനായിട്ട് അതിങ്ങനെ തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് അതിൽ സിവിയർ അക്യൂട്ട് അബ്ഡോമിനൽ സിവിയർ പെയിനായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ നമ്മളത് സ്കാനിങ്ങിൽ സ്കാൻ ചെയ്ത് അത് കണ്ടുപിടിക്കും. പേഷ്യൻറ്റിന് വൊമിറ്റിംഗ് വരാം, പെയിൻ വരാം, ഫീവർ വരാം. അപ്പോൾ അക്യൂട്ട് എമർജൻസിയിലാണെങ്കിൽ നമ്മളത് സർജറി തന്നെ ചെയ്യും. പ്രഗ്നൻസി ആണെങ്കിലും അല്ലെങ്കിലും സർജറി ചെയ്ത് അത് റിമൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഓവർ തന്നെ നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എൻഡോമെട്രിയോസിസ് ആണെങ്കിൽ അതൊരു പ്രഗ്നൻസിയിൽ അതൊരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. ഹോർമോൺ നമുക്ക് മെൻസസ് ഇല്ലാത്തതുകൊണ്ട് സുഡോ പ്രഗ്നൻസിയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോർമോൺ ലെവലിൻ്റെ വ്യത്യാസം കൊണ്ട് നമ്മൾ പറയും ഒന്നും ചെയ്യണ്ട, അത് ലാസ്റ്റ് നമ്മൾ പ്രഗ്നൻസി ഇറ്റ്സെൽഫ് ഈസ് എ ട്രീറ്റ്മെൻറ്റ്. സോ ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ആണ്. എൻഡോമെട്രിയോസിൽ പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ആയിട്ടിരിക്കും. അവർ കൺസീവ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ് അങ്ങനെ. പക്ഷേ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി കാണാം, അത് കഴിഞ്ഞാൽ അബോർഷൻ ആകാനുള്ള ടെൻഡൻസിയും വളരെ കൂടുതലാണ്. ഇത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മൾ സീറസ് സിസ്റ്റ്, മൂസിനസ് സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവറിയുടെ സർഫസിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സാണ്, ഇവിടുന്ന് വരുന്നതാണ്. അതിന് എപ്പിത്തീലിയൽ സീറസ് സിസ്റ്റ് മൂസ് അതൊക്കെ ഒത്തിരി വലുതായിരിക്കും. ഈവൻ ഒരു 26 സെൻറ്റിമീറ്റർ വരെ ഇങ്ങനെ ഇവിടം വരെ പുക്കിളിൻ്റെ മുകളിലായിട്ട് സൈസുള്ള സിസ്റ്റ് വരെ വരാറുണ്ട്. സിവിയർ പെയിനായിട്ട് വരാം. അതിൻ്റെ പ്രഷർ സിംറ്റംസ് ആണ്. വയറ്റിൽ നിന്ന് പോകുന്നില്ല, മൂത്രം ഒഴിക്കാൻ പ്രയാസമാണ്, വയറ് വീർത്ത് വരുന്നു, ഇങ്ങനെയാണ് അവർ വരുന്നത്, കാല നീര് വരുന്നു. അങ്ങനെയുള്ള കേസുകളാണ് മ്യൂസിനൽ സിസ്റ്റ്. അല്ലെങ്കിൽ മ്യൂസിനൽ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മ്യൂസിൻ മൂലം സെബേഷ്യസ് സിസ്റ്റ് അങ്ങനത്തെ എല്ലാം കൂടെ കൂടിയിരിക്കുന്നതാണ് മ്യൂസിനൽ സിസ്റ്റ്. സീറസ് സിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വെറുതെ ലിക്വിഡ് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും സൈസ് വളരെ കൂടുതലായതുകൊണ്ട് കംപ്ലൈൻ്റ് ആയിട്ട് വയറ് വീർക്കുമെന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ വേറെ ഒന്നുള്ളതാണ് ഈ പെരിമെനപ്പോസ് മെനപ്പോസ്. ഈ ഏജിലും എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് വരാം, ഡെർമോയിഡ് സിസ്റ്റ് വരാം. അത് ഡെർമോയിഡ് സിസ്റ്റും ടോർഷനായിട്ട് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും സർജറി ചെയ്ത് റിമൂവ് ചെയ്യണമെന്ന് പറയാം. പിന്നെ പെരിമെനപ്പോസും പോസ്റ്റ് മെനപ്പോസും എന്ന് പറഞ്ഞാൽ മാസക്കുളി നിന്ന് കഴിഞ്ഞാലും, മെനപ്പോസ് എന്ന് പറയുന്നത് നമ്മുടെ മെൻസസ് 1 വർഷം ഇല്ലാണ്ടിരിക്കുന്നതിനാണ് മെനപ്പോസ് എന്ന് പറയുന്നത്. ആ കേസിൽ അതുപോലെ തന്നെ പോസ്റ്റ് മെനപ്പോസിൽ ഇറഗുലർ ബ്ലീഡിങ്, വയറ് വീർത്ത് വരിക, ഇങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് വരുമ്പോൾ നമ്മളൊന്ന് സ്കാൻ ചെയ്യുമ്പോൾ നമ്മളൊരു ഓവേറിയൻ സിസ്റ്റ് കാണുകയാണെങ്കിൽ ആ ഏജിൽ ഇപ്പം സാധാരണ രീതിയിലൊരു ഓവേറിയൻ സിസ്റ്റ് ഒരു 5 to 7 സെൻറ്റിമീറ്റർ വരെ നമ്മൾ പറയും സർജറി ഒന്നും വേണ്ട, അൺലെസ് ഇറ്റ് ഈസ് എൻ അക്യൂട്ട് കണ്ടീഷൻ. പക്ഷേ ഈ കേസിൽ ഇപ്പം 5 സെൻറ്റിമീറ്റർ അഡോൾസൻസ് ഒക്കെ ആണെങ്കിലും 6-7 സെൻറ്റിമീറ്ററിൽ നമ്മളൊന്നും ചെയ്യാറില്ല. പക്ഷേ ഈ ഏജിൽ പെരിമെനോപ്പോസ് 45, 50, 55, 60 അല്ലെങ്കിൽ മാസക്കുള്ളിൽ നിന്നവർക്ക് ഇങ്ങനെ ഒരു ഓവേറിയൻ സിസ്റ്റ് കാണുകയാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ബെറ്റർ ടു റിമൂവ് ദ ഓവറി, മീൻസ് ദ സിസ്റ്റ് റിമൂവ് ചെയ്യുക എന്ന് പറയും. കാരണം ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ആ സമയത്താണ് കൂടുതലായിട്ടുള്ളത്. ആ സിസ്റ്റിന് ഓപ്പറേഷൻസ് പറയുന്ന സിസ്റ്റ് 2-3 രീതി നമുക്ക് റിമൂവ് ചെയ്യാം. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി വഴിയാണ്, കീ ഹോൾ സർജറിയാണ്. അതിൽ ആ സിസ്റ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും പേഷ്യൻ്റെ ഏജ് അനുസരിച്ചും നമ്മൾ സിസ്റ്റ് മാത്രം ചെയ്യും. സിസ്റ്റെക്ടമി എന്ന് പറയും, ഏറ്റവും ബെസ്റ്റാണ് സിസ്റ്റെക്ടമി എന്ന് പറയും. ഇൻ കേസ് ഇത് ഓവറിയോട് അറ്റാച്ച് ചെയ്ത സീറസ് മ്യൂസിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിസ്റ്റാണെങ്കിൽ ഓവറിയും കൂടെ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാം. പക്ഷേ ഈ ഏജിൽ മെനോപ്പോസ് കഴിഞ്ഞ് പോസ്റ്റ് മെനോപ്പോസിൽ ഒരു ഓവേറിയൻ സിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന യൂട്രസും കൂടി അങ്ങ് റിമൂവ് ചെയ്യാം. ബോത്ത് ഓവറി, യൂട്രസ്, ട്യൂബ് എല്ലാം കൂടെ നിർത്തി ഫാങ്കിസ്റ്റെക്ടമി എന്ന് പറയും. അപ്പം നമുക്ക് നമ്മൾ ഡൗട്ട് ചെയ്യുന്ന ക്യാൻസറൊക്കെയാണ്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യും, ഒരു DNC ചെയ്ത് ബയോപ്സി എടുത്ത് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ നോക്കും, പിന്നെ CT സ്കാൻ ചെയ്യും, MRI ചെയ്ത് ബാക്കിയെല്ലാം റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ആ പേഷ്യൻ്റ് എന്താണ് പ്രസൻറ്റ് ചെയ്യുന്നത്, പേഷ്യൻ്റെ സിംറ്റംസ് എന്താണ്, കണ്ടീഷൻ എന്താണ്, അതിൻ്റെ കോസ് എന്താണ്, ഇത് കണ്ടുപിടിച്ച് മാത്രമേ ഞങ്ങളത് ട്രീറ്റ് ചെയ്യാറുള്ളൂ.